Hello everyone, welcome to CS Learning Hub. നമ്മൾ സ്പാനിംഗ് ട്രീനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ സ്പാനിംഗ് ട്രീ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് ഫൈൻഡ് ചെയ്യാന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പാനിംഗ് ട്രീ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ എത്ര വേർട്ടിസസ് ആണോ ഒരു ഗ്രാഫിലുള്ളത് ആ ഗ്രാഫിലെ വേർട്ടിസസ് -1 എഡ്ജസ് ആയിരിക്കും സ്പാനിംഗ് ട്രീയിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ 7 വേർട്ടിസസ് ഉണ്ട് അല്ലേ. 1 2 3 4 5 6 7 വേർട്ടിസസ് ഉണ്ടെങ്കിൽ 7 - 1 6 എഡ്ജസ് ആയിരിക്കും നമ്മൾ അതിൻ്റെ സ്പാനിംഗ് ട്രീയിൽ ഉണ്ടായിരിക്കുക. 6 എഡ്ജസും 7 വേർട്ടിസസ് ആയിരിക്കും സ്പാനിംഗ് ട്രീയിൽ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത്, സ്പാനിംഗ് ട്രീയിൽ മിനിമം കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള 2 അൽഗോരിതംസ് ആണ്, ക്രുസ്കൽ അൽഗോരിതം അതുപോലെ തന്നെ പ്രിംസ് അൽഗോരിതം. ക്രുസ്കൽ അൽഗോരിതം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിംസ് അൽഗോരിതമാണ്. അപ്പോൾ ഈ പ്രിംസ് അൽഗോരിതം ക്രുസ്കൽ അൽഗോരിതം വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നുള്ളൂ. ഇപ്പോൾ ക്രുസ്കൽ അൽഗോരിതം നമ്മൾ ചെയ്തപ്പോൾ എങ്ങനെയാണ് സ്പാനിംഗ് ട്രീ ഫൈൻഡ് ചെയ്തിരുന്നത്, ഡിസ്കണക്റ്റഡ് വേയിലായിരുന്നു കണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രാഫ് ആണെങ്കിൽ ഫസ്റ്റ് മിനിമം കോസ്റ്റ് ചെയ്തുള്ള എഡ്ജിന് നമ്മൾ ഡ്രോ ചെയ്യും, ദെൻ നെക്സ്റ്റ് മിനിമം കോസ്റ്റ്, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഇപ്പോൾ 1 to 6 മിനിമം കോസ്റ്റ് 10 ആണ് അല്ലേ. അപ്പോൾ അതിനെ ഫസ്റ്റ് ഡ്രോ ചെയ്യും, ദെൻ നെക്സ്റ്റ് മിനിമം കോസ്റ്റ് ഏതാണ് 12 ആണ്. 12ന് നമ്മൾ ഫൈൻഡ് ചെയ്യും, നെക്സ്റ്റ് 14 ആണ്. ഇങ്ങനെ അതായത് ഡിസ്കണക്റ്റഡ് വേയിലാണ് നമ്മൾ സ്പാനിംഗ് ട്രീയിലെ എഡ്ജസിനെ നമ്മൾ ഡ്രോ ചെയ്തിരുന്നത്. പക്ഷെ പ്രിംസ് അൽഗോരിതത്തിൽ ഒരു കണക്റ്റഡ് വേയിലായിരിക്കും നമ്മൾ സ്പാനിംഗ് ട്രീ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രിംസ് അൽഗോരിതത്തിൽ എങ്ങനെയാണ് മിനിമം കോസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വേർട്ടിസിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 6 എന്ന് പറഞ്ഞ വേർട്ടിസസ് എന്നാണ്. ക്രുസ്കലിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഡിസ്കണക്റ്റഡ് വേയിൽ, അതായത് ഫസ്റ്റ് മിനിമം കോസ്റ്റ് ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫസ്റ്റ് ഒരു പെർട്ടിക്കുലർ നോഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ നോഡിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഏതൊക്കെയാണ് 1 and 5 അല്ലേ. 1ലും 5ലും മിനിമം കോസ്റ്റ് ഏതിനാണെന്ന് നോക്കാം. 1ലും 5ലും മിനിമം കോസ്റ്റ് ഏതിനാണ്, 1നാണ് അല്ലേ. 1ന് 10 ഉള്ളൂ, 5നാണെങ്കിൽ 25 ഉണ്ട്. അപ്പോൾ മിനിമം കോസ്റ്റ് ഉള്ള എഡ്ജിനെ നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1നെ ഫസ്റ്റ് ഡ്രോ ചെയ്തു, അതിൻ്റെ മിനിമം കോസ്റ്റ് 10 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1ലോട്ട് നമ്മൾ റീച്ച് ചെയ്തു. 1ൻ്റെ നൈബർ നോഡ് ഏതാണെന്ന് നോക്കാം. 1ൻ്റെ നൈബർ നോഡ് ഏതാണ്, 2 ആണ് അല്ലേ. 2 ആണ്. 2ൻ്റെ കോസ്റ്റ് ഇവിടെ 22 ആണ്. ദെൻ ഇവിടെ 6 to 5 ഓൾറെഡി ഉണ്ട്, 25 ഉണ്ട്. ഇതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിൽ രണ്ടിലും മിനിമം ഏതാണ് 25 ആണ്. അപ്പോൾ നമ്മൾ 6 to 5 25നെ നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്യും. അപ്പോൾ ഒരു 1ൽ റീച്ച് ചെയ്ത 1ൻ്റെ നൈബർ നോഡ് മാത്രം വെച്ച് കമ്പയർ ചെയ്ത് അതിന് മുന്നേ നമ്മൾ ഇഗ്നോർ ചെയ്ത നോഡിനെയും കമ്പയർ ചെയ്തിട്ട് അതിൽ മിനിമം കോസ്റ്റ് ഏതാണ് അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 25 സെലക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇപ്പോൾ 5ലോട്ടാണ് റീച്ച് ആയത്. ഇനി 5ൻ്റെ നൈബർ നോഡ്സ് ഏതൊക്കെയാണ്, 7 ഉണ്ട്, അതുപോലെ തന്നെ 4 ഉണ്ട്. 7ൻ്റെ കോസ്റ്റ് 24, 4ൻ്റെ കോസ്റ്റ് 22. ദെൻ നമുക്കിവിടെ 28 ഉണ്ട് ഓൾറെഡി അല്ലേ. നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്തതാണ് നേരത്തെ സ്റ്റെപ്പിൽ, അതും കൂടെ നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ 28, 24, 22 ഇതിൽ മിനിമം കോസ്റ്റ് ഏതാണ് 5 to 4 ആണ് അല്ലേ. അപ്പോൾ നമുക്കത് ഡ്രോ ചെയ്യാം. 5 to 4 22 ആണ് കോസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ 4ലോട്ട് റീച്ചായി. 4ൻ്റെ നൈബർ നോഡ്സ് ഏതൊക്കെയാണ്, 4ൻ്റെ നൈബർ നോഡ്സ് 7 and 3. 7ൻ്റെയും 3യുടെയും കോസ്റ്റ് ഏതൊക്കെയാണ് 18, 12. പിന്നെ ഓൾറെഡി ഇവിടെ 24 ഉണ്ടായിരുന്നു, ദെൻ 22 ഉണ്ടായിരുന്നു. അപ്പോൾ 18, 12, 28, 24ൽ മിനിമം ഏതാണ് 12 ആണ്. അപ്പോൾ നമ്മൾ 4 to 3ക്ക് ഡ്രോ ചെയ്യും. 4 to 3 12 ആണ് കോസ്റ്റ്. ഓക്കെ, ദെൻ ഇനി 3ന്ന് സ്റ്റാർട്ട് ചെയ്യും. 3യുടെ നൈബർ നോഡ്സ് ഏതൊക്കെയാണ് 2 ഉണ്ട്, ദെൻ ഓൾറെഡി 4 നമ്മൾ ഓൾറെഡി ഡ്രോ ചെയ്തതാണ്. അപ്പോൾ 2ലേക്കുള്ള കോസ്റ്റ് 16 ആണ്. അപ്പോൾ ഇവിടെ 16, ദെൻ ഇവിടെ ഒരു 18 ഉണ്ടായിരുന്നു, പിന്നെ ദെൻ ഇവിടെ ഒരു 22 ഉണ്ടായിരുന്നു, ദെൻ ഒരു 24 ഉണ്ടായിരിക്കും, 24 ഉണ്ടായിരുന്നു, 28 ഉണ്ടായിരുന്നു. ഇതിൽ മിനിമം ഏതാണ് 16 ആണ്. അപ്പോൾ നമുക്ക് 16ലോട്ട് വരയ്ക്കാം. ഓക്കെ, 16.
ഇപ്പോൾ 2 റീച്ച് ചെയ്ത് 2ന്റെ നൈബർ നോട്ട്സ് ഏതൊക്കെയാണ് 1, 7 ആൻഡ് 6. അപ്പോൾ അതിൽ കോസ്റ്റ് 14, 16 ആൻഡ് 22. അപ്പോൾ ഇതിൽ എല്ലാത്തിലും വെച്ചിട്ട് മിനിമം ഏതാണ് 14 അല്ലേ. അപ്പോൾ നമുക്ക് 7 ഡ്രോ ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ എത്ര നോട്ട്സ് ഉണ്ട്? 7 നോട്ട്സ് ഉണ്ട്, 6 വേർട്ടിസസ് ഉണ്ട്. പ്രിംസ് അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിനിമം കോസ്റ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഇപ്പം മിനിമം കോസ്റ്റ് എടുത്തു നമ്മൾ, പക്ഷേ ഇവിടെ സൈക്കിൾ ജനറേറ്റ് ചെയ്യുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് മിനിമം ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്കിവിടെ 10 ഉണ്ട്, ബാക്കിയെല്ലാം 14, 22, 24 ആണെങ്കിൽ നമ്മൾ 10 ഇപ്പോൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 10ൽ നിന്ന് ഇവിടെ നിന്ന് ഡ്രോ ചെയ്ത് എന്താവും, ഇവിടെ ഒരു സൈക്കിൾ ജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ 10നെ എടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് മിനിമം ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. സ്പാനിങ് ട്രീയിൽ ഒരിക്കലും സൈക്കിൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. ക്രുസ്കൽ അൽഗോരിതം പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ക്രുസ്കലാണെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റഡ് വേയിൽ മിനിമം കോസ്റ്റുള്ള എഡ്ജസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, കണക്റ്റഡ് വേയിലായിരിക്കും ഓരോ എഡ്ജിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത്ര ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്